രേണുക, എപ്പോഴും വിവാദ വിഷയങ്ങളാണ് ഈ ആർത്തവം, സ്ത്രീ പ്രവേശനം. ഒരു സമയത്ത് നമ്മൾ കണ്ടു ശബരിമല, നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ്, ദൈവമാണ്, ഭഗവാനാണ് അവിടെ ഇരിക്കുന്നത്. അവിടെ സ്ത്രീകളെ കയറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരുപറ്റ ആളുകൾ, നമ്മുടെ സർക്കാർ അതിന് ചെറിയ പിന്തുണയൊക്കെ നൽകി അങ്ങനെ രണ്ടുപേരെ അവിടെ കയറ്റി. അവരെങ്ങനെ കയറി എന്നതൊക്കെ വലിയ വിവാദങ്ങൾ ഇപ്പോഴും നടക്കുന്ന ചർച്ചകളാണ്. പക്ഷെ മറ്റേ എന്താ 18-ാം പടിയൊന്നും കയറിയില്ല. അത് ആ ഒരു വണ്ടിയിൽ ട്രാക്ടറിൽ ആരും കാണാതെ കൊണ്ടുവന്ന് കയറ്റിയതാണ്. അത് അല്ല, സത്യത്തില് ഭഗവാനെ കാണാൻ പോകുന്നവർ അങ്ങനെ ഒളിച്ചും പാത്തും പോകേണ്ട കാര്യമില്ല. അപ്പം അവിടെ പ്രായം തികഞ്ഞ നമ്മുടെ അമ്മമാർ ഇഷ്ടം പോലെ മാളികപ്പുറങ്ങളായി അവിടെ പോകുന്നുണ്ട്. അതവിടെ വേറൊരു വിഷയം, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഇവരൊക്കെ പറയുന്നത് ഈ സ്ത്രീകളെ കയറ്റാൻ പാടില്ല ആ രീതിയിൽ അല്ല. അത് ശബരിമലയ്ക്ക് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് ഒരു ഘട്ടം കഴിഞ്ഞ സ്ത്രീകൾ അവിടെ പോകുന്നുണ്ട്, ചെറിയ പെൺകുട്ടികൾ, പെൺമക്കൾ പോകുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പം ഈ ആർത്തവമുള്ള സമയങ്ങളിൽ ക്ഷേത്രങ്ങളിൽ, അതോടൊപ്പം ക്ഷേത്രങ്ങളിൽ മാത്രമല്ല എല്ലാ മതസ്ഥരും അത് ഒരു അശുദ്ധിയായിട്ട് കാണുന്നുണ്ട്. രാമായണം വായിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഖുർആൻ തൊടാൻ പാടില്ല, നിസ്കരിക്കാൻ പാടില്ല. ക്രൈസ്തവ വിശ്വാസികളും ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഇതൊക്കെ നല്ലതാണോ? അതായത് ആർത്തവത്തെ ഇങ്ങനെ തൊട്ടുകൂടായ്മയായി കാണുന്നത്? എനിക്ക് തോന്നുന്നു അങ്ങനെ തൊട്ടുകൂടായ്മയായിട്ട് അല്ലെങ്കിൽ അശുദ്ധിയായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് ഈ പറയുന്ന പോലെ ക്ഷേത്രങ്ങളിൽ പോവാതിരിക്കുക, നമസ്കരിക്കാതിരിക്കുക, അതൊക്കെ തലമുറകളായിട്ട് ചെയ്തു വന്നിരുന്ന വിശ്വാസങ്ങളല്ലേ. അതെന്തിനാ നമ്മൾ തകർക്കാൻ നോക്കുന്നേ? അത് അതിന്റെ രീതിക്ക് പോയിക്കോട്ടെ. കാരണം ഇപ്പൊ ഈ മുന്നോട്ട് വരുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മള് ഫെമിനിസ്റ്റുകൾ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നവർ പറയുന്നത് എന്താ വെച്ചാൽ അവർക്ക് ഈക്വാലിറ്റി ഇല്ല, എന്തിനാണ് ഇവരെ മാറ്റി നിർത്തുന്നത്, ഇതിനെന്തിനാ അശുദ്ധിയായി കാണുന്നത്. അതിനോടൊക്കെ ഞാൻ യോജിക്കുന്നു. കാരണം ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞമാര് എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ തൊട്ടടുത്ത അമ്പലമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ സമയങ്ങളിൽ വീട്ടിൽ തന്നെ തൊടാറില്ല. ഒരു വീടിന്റെ മൂലക്കാണ് നമ്മളെ ഒരു പായൽ കിടക്കും. പക്ഷെ ഞാൻ ഈ ഒരു കണ്ടന്റിലേക്ക് വന്നത് തന്നെ ഞാൻ 1-2 റീൽസ് മാത്രമല്ല, ഒരു 15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണം, ഒരു മതപരമായ കാര്യങ്ങളൊക്കെ പഠിച്ച് പറയുന്ന ഒരാളാണ്. അതായത് അദ്ദേഹം പറയുന്നത് ആർത്തവം എന്ന് പറയുന്നത് ഒരു അശുദ്ധിയല്ല, അശുദ്ധിയുള്ള നമ്മൾ തൊടാതിരിക്കും അല്ലേ, അങ്ങനെ ചെയ്യും. അതൊരു നല്ല കാര്യം. അതായത് ഒരു അമ്മയാവാനുള്ള സ്ത്രീയുടെ ഓരോ ഘട്ടങ്ങളിലേക്ക് ഭഗവാൻ ഇങ്ങനെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന, അതായത് ആ മാതൃത്വം എന്ന പദത്തിലേക്ക് ഓരോ പെൺകുട്ടിയെയും കൈപിടിച്ചു കൊണ്ടുപോകുന്ന സമയമാണ് ഓരോ മാസത്തിലും നിങ്ങൾക്കുണ്ടാവുന്നത്. അപ്പൊ അതെങ്ങനെ ഒരു അശുദ്ധിയാവും? ഒരു വിശുദ്ധിയല്ലേ ഓരോ ഘട്ടങ്ങളിലും അല്ലേ? ഓരോ മാസവും ഭഗവാൻ നിങ്ങളെ അടുക്കലേക്ക് എത്തുന്നു. ഞാൻ അതൊരിക്കലും അശുദ്ധിയാണ് അല്ലെങ്കിൽ അയിത്വമാണെന്ന് പറയുന്നില്ല. ഈ പറഞ്ഞ പോലെ ഈ തൊടാതിരിക്കുന്നത് തൊട്ടുകൂടായ്മയൊക്കെ ഉണ്ടല്ലോ, അതിനൊന്നും ആവശ്യമില്ലെന്നാ ഞാൻ പറഞ്ഞത്. പക്ഷേ അതൊക്കെ കഴിഞ്ഞ. പക്ഷെ ഞാൻ പറഞ്ഞു എന്റെ അമ്മയുടെ വീട്ടിലേക്ക് ഇപ്പോഴും ഉണ്ട്, ഞങ്ങള് തൊടാറില്ല ആ സമയത്ത്. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന അതല്ല, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമില്ലാത്തതാണ് ഈ തൊടാതിരിക്കുക അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ ക്ഷേത്രങ്ങളിലൊക്കെ കയറുന്ന കാര്യങ്ങൾ, അതൊക്കെ പണ്ട് തൊട്ടേയുള്ള ഓരോരുത്തരുടെ വിശ്വാസം, ശീലങ്ങളാണ്. അത് നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. കുറെ പണ്ഡിതന്മാരൊക്കെ, ഞാൻ പറയട്ടെ, പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു കേട്ടു ഇപ്പൊ അമ്പലങ്ങളിൽ കയറാൻ പാടില്ല, ദേവി ക്ഷേത്രങ്ങളില് ദേവി പെണ്ണല്ലേ, അവർക്കും ഇതില്ലേ, പിന്നെ എന്തുകൊണ്ട് സ്ത്രീകളെ കയറ്റുന്നില്ല, അങ്ങനെയൊക്കെ കുറെ പേര് സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസവും അതിലേക്കാണ് ഞാൻ വരുന്നത്. ക്ഷേത്രങ്ങളിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ളത് ഒന്ന് നമുക്ക് അതിന്റെ പ്രായോഗികമായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ക്ഷേത്രങ്ങളിൽ രക്തം ഉള്ളിലേക്ക് പണ്ട് കാലങ്ങളിലെ കാര്യമാണ് ആലോചിക്കേണ്ടത്. ഇപ്പോഴും നിങ്ങൾ ഈ പാഡൊക്കെ വെച്ച് ഇത് അതിന്റെ രീതിയിൽ വൃത്തിയിൽ പോകുന്നത്. പണ്ട് കാലങ്ങളിൽ ആ സമയത്ത് സ്ത്രീകൾക്ക് ഒരു തുണിക്കഷ്ണം പോലും ഉപയോഗിക്കാൻ പറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നു. ആ സമയങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ രക്തം പൊടിഞ്ഞു വീഴുന്നത് അശുദ്ധി എന്നുള്ള രീതിയിൽ തന്നെയാണ് കണ്ടത്. മറ്റൊന്ന്, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നിയത്. അതായത് നിങ്ങൾ ആ സമയത്ത് അനുഭവിക്കുന്ന വേദന, ശാരീരിക പ്രശ്നം എന്ന് പറയുന്നത് അതൊരു ക്ഷേത്രത്തിലെ ബിംബം, അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ആരാധനാ പാത്രം, ദൈവം, ഈശ്വരൻ എന്ന സങ്കല്പത്തിന് പോലും നിങ്ങളെ കണ്ടാ എഴുന്നേറ്റ് നിൽക്കാൻ തോന്നുന്ന സമയമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ആ സമയത്ത് ബഹുമാനിക്കണം, ഈ ഒരു സമയത്ത് അവർക്ക് വേണ്ട ഇത് കൊടുക്കണം, അവരെ അംഗീകരിക്കണം. അതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത്ര മാത്രം, ആരാധനാലയങ്ങളിൽ പോകാൻ പാടില്ലെന്ന് പറയുന്നത്
അത് ഓരോരുത്തരുടെ വിശ്വാസം, അത് തകർത്തുകൊണ്ട് ഞാനതാണ് പറഞ്ഞത്. ഈ ഫെമിനിസ്റ്റുകള് ആണേണ്ടത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പിന്നീടുള്ള കാര്യം. ഇങ്ങനെ ചില സംഭവങ്ങളുണ്ട്, ഇങ്ങനെ ചില വിശ്വാസങ്ങളുണ്ട്. അതായത് ഒരു ദേവി അല്ലെങ്കിൽ ഒരു ദേവൻ, ഒരു ക്ഷേത്രത്തിലെ ദേവൻ ഇപ്പം നാളെ രേണു ആ ഒരു അവസ്ഥയിൽ അനുഭവിക്കുന്ന വേദനയോടെ ദേവൻ കാണുകയാണ്. അതിന് ദൈവത്തിനെ കാണാൻ നമ്മള് ഈ അമ്പലങ്ങളിൽ തന്നെ പോയി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ പള്ളികളിൽ തന്നെ പോയി നമസ്കരിക്കണമെന്നില്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവം വിളി കേൾക്കും എന്നുള്ളൊരു ഇതല്ലേ. അതൊരു കൺസെപ്റ്റ് മതി. നിങ്ങൾ ആ സമയത്ത് അപ്പൊ ഈ വേദന അനുഭവിക്കുമ്പോ നമ്മൾ അമ്മയെ അല്ലെങ്കിൽ ദൈവേ എന്ന് വിളിച്ചിട്ടല്ലേ കരയുന്നേ. അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ വേദന കണ്ടിട്ട് അവിടെയുള്ള ബിംബത്തിന് പോലും എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകും. അങ്ങനെയാണോ ചേട്ടൻ പറയുന്നത്? അങ്ങനെയാണ് ഞാൻ ഒന്ന് കണ്ടിരിക്കുന്നത്. അതായത് ആ ദേവിക്കും ദേവനും നിങ്ങളോട് ബഹുമാനം തോന്നും. അങ്ങനെ ഒരു കൺസെപ്റ്റ് കൂടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവങ്ങൾ പോലും സ്ത്രീയെ ബഹുമാനിക്കുന്നു എന്നുള്ളതല്ലേ. ഞാൻ പറഞ്ഞത് ഈ വിശ്വാസങ്ങളെ തകർക്കണ്ടെന്നേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ സ്ത്രീകൾ അത്രയും ഓരോ മാസവും അനുഭവിക്കുന്ന വേദന, അല്ലെങ്കിൽ ഒരു പ്രസവത്തിന് സ്ത്രീകൾ അനുഭവിക്കുന്ന വേദന, സ്ത്രീകളെ നിങ്ങൾ ഓരോ ആണുങ്ങളെ നമിക്കണം, അതൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഈ വിശ്വാസങ്ങളെ നമ്മൾ തകർക്കണ്ട. ഇതുവരെ പോയിരുന്നത് അങ്ങനെ പൊക്കോട്ടെ, എന്തിനാ വെറുതെ അതിനൊക്കെ മറയ്ക്കാൻ നിൽക്കുന്ന എന്തിനാ? ആളുകളൊക്കെ പറയുന്ന പോലെ ആണെങ്കിൽ അത് നല്ലതാണ്. സ്ത്രീയെ ദൈവത്തിന് പോലും ബഹുമാനിക്കാൻ തോന്നുന്ന സന്ദർഭമാണെങ്കിൽ അത് അംഗീകരിക്കുന്നു. അത് ഏത് മതമാണെങ്കിലും അത് അംഗീകരിക്കേണ്ട. ഇനിയിപ്പോ നാളെ ക്രിസ്തുവിനെ പോലും, ക്രിസ്തു ഏത് ദൈവമാണെങ്കിലും മാതൃത്വത്തെ അംഗീകരിക്കുന്നതാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഫെമിനിസ്റ്റുകളുടെ പിന്നാലെ പോയി ആർത്തവം വിശുദ്ധിയല്ല, ശുദ്ധിയല്ല, അവര് പറയുന്ന കുറെ കാര്യങ്ങളോടൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാം ഒന്നും അങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം ഈക്വാലിറ്റി ഉണ്ടായിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈക്വാലിറ്റി തന്നെ എല്ലാ മേഖലയിലും വരണം. പക്ഷെ അതൊരിക്കലും ഈക്വാലിറ്റി അല്ല. ഞാൻ മുമ്പേ ഒരു ഈക്വാലിറ്റിയും ഇക്വിറ്റിയും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈക്വാലിറ്റി പറയുമ്പോൾ എന്താ, ഇപ്പൊ 2 ടേബിൾ ഉണ്ടെങ്കിൽ ഹൈറ്റ് ഉള്ള ഒരാൾക്കും ഹൈറ്റ് ഇല്ലാത്ത ഒരാൾക്കും ആ സെയിം ടേബിൾ കൊടുത്തിട്ട് അതിൽ ഈക്വാലിറ്റി ആവുമോ? നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. 2 സെയിം, ഒരു ഹൈറ്റ് ഇല്ലാത്ത ആൾക്കും ഒരു ഹൈറ്റ് ഉള്ള ആൾക്കും 2 സെയിം ടേബിൾ കൊടുത്തു. ഈ ഹൈറ്റ് ഇല്ലാത്ത ആൾക്ക് അപ്പുറത്തേക്ക് കാണൂല. അപ്പൊ ഈക്വാലിറ്റി ഉണ്ടായിട്ട് കാര്യമില്ല. അതേസമയം ഇക്വിറ്റി ആണെങ്കിൽ ഇയാളുടെ ഹൈറ്റിനോടൊപ്പം തന്നെ ഇയാൾക്ക് ഒരു 2 ടേബിൾ ആണെങ്കിൽ ഇയാൾക്ക് ഒരു 4 ടേബിൾ ഇട്ട് കൊടുത്താൽ അവിടേക്ക് കാണാൻ പറ്റും. അതേ ഉദ്ദേശിച്ചു. അല്ലാതെ ഈ ഈക്വാലിറ്റി വേണം എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ യോജിക്കുന്നില്ല. ശരി.